നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ ഒരു വളരെ ഇന്റൻഷനലി തന്നെ അവർ ചെയ്യും. കൂടുതൽ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ വളരെ ലേസി ആയിരിക്കും. അവര് നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അവർ നമ്മളിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും, എന്നിട്ട് നമ്മളെ ദ്രോഹിക്കും. നിരന്തരമായി നിങ്ങളോട് അസൂയ കാണിക്കുകയും നിങ്ങളെ പറ്റി കുറ്റം പറയുകയും നിങ്ങളെ പല രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളെ പറ്റിയാണ്. അതിൽ നിന്ന് അവർക്കൊരു പ്ലഷർ കിട്ടും. അതായത് അവരതിൽ നിന്നാണ് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ഡോപ്പമിൻ പ്രൊഡക്ഷൻ ഏത് ആക്ടിവിറ്റിയിൽ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ എത്ര നിലവാരമുള്ള മനുഷ്യനാണെന്ന് നമുക്ക് അളക്കാൻ പറ്റും. ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ടാസ്ക് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഡോപ്പമിൻ പ്രൊഡക്ഷൻ ആണ്. അപ്പം പല ആളുകൾ പല രീതിയിലാണ് ഡോപ്പമിൻ ഉപയോഗിക്കുന്നത്. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുകയും ജോഗ് ചെയ്യുകയും ചെയ്ത് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. മറ്റു ചില ആളുകൾ സിഗരറ്റ് വലിച്ചും അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് ചെയ്ത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കും. വേറെ ചില ആളുകൾ മറ്റുള്ള ആളുകളെ പറ്റി അസൂയ പ്രകടിപ്പിച്ചും അവരെ പറ്റി മോശം പറഞ്ഞും അവർക്കെതിരെ പാര വെച്ചും ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമിൻ ആക്ച്വലി നിങ്ങൾ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങളെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. അതിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കൂടുതൽ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ വളരെ ലേസി ആയിരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള ആളുകളാണ് ഡോപ്പമിൻ പ്രൊഡക്ഷനായിട്ട് മറ്റുള്ള ആളുകളെ കുറ്റം പറയുക, അസൂയ കാണിക്കുക, പാര വെക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ വളരെ ലേസി ആയിരിക്കും. ആക്റ്റീവ് ടൈം അവർക്ക് വളരെ കുറവായിരിക്കും. അവർ ഈ കിട്ടുന്ന ഫ്രീ ടൈമിലെല്ലാം അവർക്ക് ഡോപ്പമിൻ പ്രൊഡക്ഷന് വേണ്ടി അവർ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റുള്ള ആളുകളുടെ കുറ്റം പറയുകയും മറ്റുള്ള ആളുകളെ അടിച്ചു താക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. കാരണം എന്നാൽ മാത്രമേ ഇതിന്റെ ഒരു തീവ്രത നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യും. നമ്മളെ ഫോളോ ചെയ്ത് അവർ വളരെ ഇന്റൻഷനലി തന്നെ അവർ ചെയ്യും. ഇപ്പൊ നമ്മൾ അവരോട് അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും അവർ നമ്മളെ തേടി പിടിച്ച് നമ്മളോട് കൂട്ടുകൂടാൻ ശ്രമിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആയിട്ട് കണ്ടിരിക്കുന്നത് നമ്മളെയാണ്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിൽ പെട്ടുകൊടുക്കരുത്. അവർക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ അവർ ഉപയോഗിക്കണം. അവർ നമ്മളെ വിട്ട് ഒരിക്കലും പോകത്തില്ല. അവർ നമ്മളോട് ഭയങ്കര കൂട്ടായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അവർ നമ്മളിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും, എന്നിട്ട് നമ്മളെ ദ്രോഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളെ വളരെ സൂക്ഷിക്കുക. ഇതിൽ എനിക്ക് തരാനുള്ള ഒരേ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ആളുകളുമായിട്ട് മാത്രം സഹവസിക്കുക എന്നുള്ളതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ലേസി ആയിട്ടൊരു ലൈഫ് ജീവിക്കുന്നത്, അതായത് പകല് മുഴുവൻ ഫ്രീ ടൈം ഉള്ള ആളുകളിൽ നിന്ന് പരമാവധി അകന്നിരിക്കുക. ആക്റ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് മാത്രം കൂട്ടുകൂടുക. ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അവർ വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും, അവർ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരിക്കും, പല കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഡോപ്പമിൻ പ്രൊഡക്ഷന് ഇങ്ങനത്തെ ഒരു മോശം ഇത് തേടേണ്ട ആവശ്യമില്ല. കൂടുതൽ ആളുകളും സിഗരറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോടുള്ള അസൂയയിലും പരദൂഷണത്തിലും ഒക്കെയാണ് ഡോപ്പമിൻ കണ്ടെത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുക. ഇതാണ് അതിന്റെ ഒരു ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ടൈപ്പ് ആളുകളെ നമ്മൾ വളരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുക, നമ്മുടെ ലൈഫിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അവർക്ക് നമ്മുടെ ലൈഫിൽ അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ആക്റ്റീവ് അല്ലാത്ത ആളുകൾക്ക് നമ്മുടെ ലൈഫിൽ അവസരം കൊടുക്കാതിരിക്കുക.